റീ റിലീസ് ഒരു സമയത്ത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സാധനം ഈ റീ റിലീസ് തന്നെയാണ്. ഗംഭീര സിനിമകളുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ റീ റിലീസ് ചിത്രങ്ങളെല്ലാം ഗംഭീരമാണ്. ഞാൻ അന്ന് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ദേവദൂതൻ ആദ്യം വന്നതുകൊണ്ടാണ്. ദേവദൂതൻ അധികം പേര് അന്ന് കണ്ടിട്ടില്ല, അത് പരാജയമാണ് ചിത്രമാണെങ്കിലും ഈ പറഞ്ഞ പോലെ 4K കാണാനുള്ളൊരു താല്പര്യം, അധികം ആരും കാണാത്തൊരു ചിത്രം, അതുകൊണ്ടാണ് ദേവദൂതൻ അത്ര അക്സെപ്റ്റൻസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ മോഹൻലാലിൻ്റെ ഇറങ്ങിയ എല്ലാം നല്ല എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. മൺചിത്രത്താഴ് എന്തായാലും തിയേറ്ററിൽ ഒരു വട്ടം ഇങ്ങനെ ഒന്ന് പോകാൻ നമുക്ക് ആഗ്രഹം തോന്നും. സ്ഫടികം ആയാലും രാവണപ്രഭു ആയാലും ചോട്ടാമുമ്പ ആയാലും നമ്മൾ ഉറപ്പായിട്ട് കാണുന്ന എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. ഇതിന് ശേഷം ഇപ്പോൾ വന്ന 2 സിനിമകൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. മോഹൻലാൽ നല്ലൊരു എക്സ്റ്റൻഡഡ് ക്യാമറ റോളിൽ, മോഹൻലാലിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്റ്റൻഡഡ് ക്യാമറ റോളിൽ വന്നൊരു സിനിമയാണ്. നല്ല സിനിമയാണ്, ഗംഭീര പാട്ടുകൾ, നല്ല കഥ. സമ്മർ ഇൻ ബദലെ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. ഇന്നലെ റൺ കഴിഞ്ഞ ദിവസം റൺ ബേബി റൺ എനിക്ക് തോന്നുന്നു വളരെ തുച്ഛമായ പൈസ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് എൻ്റർടൈൻമെൻറ്റ് മാത്രം. അതിനകത്തെ മോഹൻലാൽ പാടിയ പാട്ട് കാണാൻ വേണ്ടി ആൾക്കാർ ഒരിക്കലും കയറത്തില്ല. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള സിനിമകൾ. മമ്മൂട്ടിയുടെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ചിത്രങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം, ഒരിക്കലും അമരവോ വടക്കൻ വീരാതെയോ ഒന്നും കാണാനല്ല ആൾക്കാർ ഇരിക്കുന്നത്. പക്ഷേ രാജമാണിക്കോ വിഗ്ബിയോ മായാവിയോ പോലുള്ള ചിത്രങ്ങൾ കാണാനാണ് ആൾക്കാർ താല്പര്യപ്പെടുന്നത്. ഇത് സത്യമായ കാര്യമാണ്. നമ്മളിപ്പോൾ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഴിയിട്ടാലും ഇടിയിട്ടാലും ഇതാണ് സത്യം. റീ റിലീസിങ് അങ്ങനെയുള്ള സിനിമകളാണ് നമ്മൾ റീ റിലീസ് കാണും. അപ്പോൾ വലിയേട്ടൻ പോയി ആൾക്കാർ കണ്ടെങ്കിൽ പോലും മമ്മൂട്ടി അത്യാവശ്യം ഓടിയൊരു സിനിമയാണ്. എന്നാൽ പോലും അത് കൈരളിക്കകത്തിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മൊത്തം ജനങ്ങൾ മൊത്തത്തിൽ തൂത്തുവാരി കണ്ടൊരു സിനിമയാണ്. ഈ തിയേറ്ററിൽ കാണാത്തവരെല്ലാം TV കണ്ടിട്ടുണ്ട്. അന്നേരം അത്രമാത്രം കണ്ട സിനിമകളല്ല, ഇങ്ങനെയുള്ള സിനിമകളാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കാണാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ആ സിനിമകൾ യഥാർത്ഥത്തിൽ വിജയിക്കത്തുള്ളൂ. ഇനി അങ്ങോട്ട് നോക്കിയാലും നമുക്ക് അങ്ങനെ തന്നെ കാണാം. ക്ലാസ് സിനിമകൾക്ക് ആൾക്കാർ വളരെ കുറവായിരിക്കും. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള റീ റിലീസിങ്ങിന് ഗംഭീര ആളായിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വന്ന സമ്മർ ഇൻ ബദലയും ഈ പറഞ്ഞ റൺ ബേബിയാണ്. മമ്മൂട്ടിയുടെ ആയാലും ഇനി അങ്ങോട്ട് പോകുമ്പോൾ ക്ലാസിക് സിനിമകളൊന്നും ഇട്ടാൽ, പാലേരി മണിക്കും പോലുള്ള ക്ലാസ് സിനിമകളൊന്നും ഇട്ടാൽ ആൾക്കാർ കാണാൻ ചാൻസ് ഇല്ല. എന്തായാലും നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും ഇട്ടേക്കുക.